ഹലോ അസ്സലാമു അലൈക്കും. അപ്പം ഞാനിന്ന് വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളെല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായി ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇനി വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി മൈദപ്പൊടി മുട്ടയും കൂടി മിക്സിയിലടിച്ചൊരു മാവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ പാനിലിട്ട് ചെറിയ ദോശയായി ചുട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. ഇനി ഇത് ബട്ടറിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ദോശയും ഞാൻ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടറിൽ നല്ലോണം ഒന്ന് മൊരിച്ചെടുക്കണം, എന്നാലേ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കൂടെ ചായ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നിരക്കടല വറുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാകുമ്പോൾ ഒരു കപ്പ് കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇതൊന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ചെറിയ തീയിൽ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഞാൻ രാത്രിക്കേക്ക് ഇന്ന് ഇറച്ചിച്ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 വലിയ ഉള്ളി, 2 തക്കാളി, 3-4 പച്ചമുളക്, ഒരു വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചിയും മല്ലിയിലയും കൂടി ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് കറണ്ട് പോയതുകൊണ്ട് ഞാൻ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്യുന്ന ചോപ്പറിലിട്ടിട്ടാണ് ഇതൊന്ന് റെഡിയാക്കി എടുത്തത്. അപ്പോൾ ഇത് ശരിക്കും മിക്സിയിൽ അടിച്ച പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഞാൻ ബീഫിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇതൊന്ന് വെള്ളമൊഴിച്ച് നല്ലോണം വേവിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ഇറച്ചിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സാധാരണ നെയ്ച്ചോറ് വെക്കുന്ന നേരിയ അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ഗീയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചൂടാവുമ്പോൾ ഞാനിതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞു വെച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ നേരത്തെ വേവിക്കാൻ വെച്ച ബീഫ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേവിച്ച് വെച്ച ബീഫും കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കഴുകി വെച്ച നേരിയരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇത് ഇനിയിപ്പോൾ ചോറ് വെന്ത് വരുമ്പോഴേക്ക് ഞാനിവിടെ കുറച്ച് മയോണൈസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ 2-3 അല്ലി വെളുത്തുള്ളി ഞാൻ ചതച്ചിട്ട് മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മുട്ടയും കൂടി ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം മയോണൈസ് ആക്കുമ്പോൾ ഞാൻ മിക്സിയിലെ ജാറ് നല്ലവണ്ണം ഒന്ന് തുടച്ച് കൊടുത്തിട്ടാണ് ഇതിൽ ഉണ്ടാക്കുക. അപ്പം നല്ലവണ്ണം മയോണൈസ് തിക്കായി കിട്ടും. അങ്ങനെ ഇതാ മുട്ട നല്ലവണ്ണം പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് ഒന്ന് നല്ലവണ്ണം അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മയോണൈസ് നല്ലോണം തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് ചെറുങ്ങനെ അടിച്ചെടുക്കുക. അങ്ങനെ ഇതാ നല്ല അടിപൊളി മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ ഇതിൻ്റെ ഇടയിൽ ചോറ് ഇവിടെ വേവാനായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ.